ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ പരുമലപ്പള്ളിയിലാട്ടോ വന്നിരിക്കുന്നത്. അകത്തേക്ക് അങ്ങനെ വീഡിയോഗ്രാഫി ഒന്നും അനുവദിക്കില്ലെങ്കിലും പുറത്തൊക്കെയുടെയും അതുപോലെ കുറച്ചൊക്കെ അകത്ത് നിന്ന് എടുക്കാവുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായ ചില കാഴ്ചകളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾ ഓർത്തഡോക്സ് പള്ളിയാണ് പരുമലപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, അതായത് 1895-ൽ മെട്രോപൊളിറ്റൻ ഡയോനേഷ്യസ് അഞ്ചാമനാണ് ഇത് സ്ഥാപിച്ചത്. അതുപോലെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭയിലെ ആദ്യത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ ഗ്രിഗോറിയസ്, അതായത് പരുമല തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കൂടിയാണിത്. ആദ്യകാലങ്ങളിൽ പരുമല തിരുമേനി താമസിച്ചിരുന്ന വസതിയാണ് കേട്ടോ ഇത്. മലങ്കര സഭയിലെ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിനായി ഒരു സെമിനാരി വേണമെന്ന ആഗ്രഹപ്രകാരം മലങ്കരയുടെ മെത്രാപ്പൊലീത്തയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവാനിയോസ് കണ്ടെത്തിയ ഒരു സ്ഥലമാണ് കേട്ടോ പരുമല. നിരണം ഇടവകക്കാരനായിരുന്ന അരുകുപുറത്ത് കോരുതുമാത്തന്റെ വകയായിരുന്ന 2 ഏക്കർ സ്ഥലം അദ്ദേഹം 1872 മാർ ദിവാനിയോസിന് സെമിനാരി സ്ഥാപനത്തിനായി വിട്ടുകൊടുത്തു. ഇവിടെ നിർമ്മിച്ച ആ ചെറിയ കെട്ടിടത്തിൽ താമസിച്ചുകൊണ്ടാണ് മാർ ദിവാനിയോസ് വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അതുപോലെ വൈദിക വിദ്യാർത്ഥികൾക്കായി അഴിപ്പുര എന്നൊരു കെട്ടിടവും അതുപോലെ ചെറിയൊരു പള്ളിയും സ്ഥാപിച്ചു. പരുമല തിരുമേനി എന്നറിയപ്പെടാൻ തുടങ്ങിയ മാർ ഗ്രിഗോറിയസ് പള്ളിയുടെ വികസനത്തിന് വളരെയധികം ശ്രദ്ധ നൽകിയിരുന്നു. അന്നത്തെ കാലത്ത് മുളയിലും പലകയിലും തീർത്ത പള്ളി പൊളിച്ചുമാറ്റി ദീർഘകാലത്തെ പ്രയത്നത്തിന്റെ ഫലമായി സാമാന്യം നല്ലൊരു പള്ളി അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവാനിയസിനോടൊപ്പം 1895 ജനുവരി 27-ാം തീയതി അതിന്റെ കൂദാശകർമ്മം നടത്തുകയും ചെയ്തു. 1902 നവംബർ 2-ന് അദ്ദേഹം അന്തരിച്ചു. തുടർന്ന് അദ്ദേഹത്തെ സഭ പരിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ ഈ കാണുന്ന പുതിയ പള്ളി 1995 മാർച്ച് 19-ാം തീയതി ശിലാസ്ഥാപനം നടത്തുകയും തുടർന്ന് 2000 ഒക്ടോബർ 27, 28 തീയതികളിൽ പണി പൂർത്തിയാക്കി കൂദാശകർമ്മം നടത്തുകയും ചെയ്ത പള്ളിയാണ്. ഏകദേശം 80 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ഇടവക സമൂഹമാണ് കേട്ടോ ഇത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ.